അങ്ങനെ ഭവാനിപ്പുഴയും കടന്ന് ഞാനും അജവും മോനും അട്ടപ്പാടിയുടെ മടിത്തട്ടിലൂടെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ബന്ദിവട്ടയിലോട്ടാണ് ഞങ്ങളുടെ യാത്ര കേട്ടോ. ആണല്ലേ, ഫെൻസൊക്കെ വെന്തവെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മലയുടെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയൊരു സ്ഥലമാണ്. വാവ്, ഇതിനകത്തൊരു കയറുന്തോറും ഇതിലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമില്ല. നമുക്ക് എൻ്റെ ദൈവം, ഇതെന്ത് സ്ഥലമാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അജോമൻ്റെ കൂടെ വന്നതാണ്. അജോമനാണ് എന്നെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നത്. ഓഹ്, ഇതിനകത്ത് വന്ന് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും സമാധാനമുള്ളൊരു സ്ഥലം വേറെ ഇല്ല. അജോമൻ അവിടെ നിൽപ്പുണ്ട്. വെന്തവെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലുള്ളതാണ് ഈ സീൻ. പക്ഷേ ഇവിടെ വെള്ളം ഒഴുകി വരുന്നതാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമില്ലാത്തത്. നമ്മളൊക്കെ യാത്രകൾ പോകുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ കിടിലൻ സ്പോട്ട്, അടിപൊളിയാണ് ഇവിടെ. ബന്ദിവട്ടയിലേക്ക് പോയപ്പോൾ കണ്ട ഒരു നല്ലൊരു സ്ഥലം കേട്ടോ ഇത്. വേറെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല ഇവിടെ, കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. വെള്ളം കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നല്ലേ. പാലത്തിൻ്റെ അടിവശമാണ്. ഓഹ്, എന്ത് ക്ലീനായിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. വെന്തവെട്ടി അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ സുഹൃത്ത് അജോമോൻ. അജോമോൻ എന്നോട് കുവൈറ്റിലുണ്ടായിരുന്നു, ഇപ്പം നാട്ടിലാണ്. അവനാണ് എന്നെ ഇവിടെ മുഴുവൻ എൻ്റെ ലോക്കൽ ഗൈഡ്. ണല്ലോ. അതെ, ഞാൻ പുള്ളിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ എടുക്കാം. കുറച്ച് മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ ചാടിയ പശുവിനെ കാണാൻ വീടാണ് താഴെ കാണുന്നത്. ആണല്ലേ, പ്രധാനമന്ത്രിയുടെ ബന്ധപ്പെട്ടി പാലക്കായൂർ ടു കിണ്ണക്കര. കിണ്ണക്കര എന്ന് പറഞ്ഞാൽ ഊട്ടിയുടെ ഏറ്റവും, അതായത് ഊട്ടിയിലെ ഏറ്റവും ഭംഗിയുള്ള, എപ്പോഴും മഞ്ഞുള്ള, രാവിലെ വൈകുന്നേരം പോകണമെന്നൊക്കെ പറയുന്ന സ്ഥലമില്ല, ആ കിണ്ണക്കോരയ്ക്ക് നടന്നു പോകുന്ന വഴിയാണ് ഈ വഴി. ആണോ ഈ സ്ഥലം? അതാണ് ഈ കിണ്ണക്കര. അത് ശരി, ഈ വഴി കൂടെ നടന്നു പോവാം. അത് അവരുടെ ലോക്കൽ കിട്ടും. നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഇതിൻ്റെ എൻഡിങ് പോയിന്റിൽ വന്നിരിക്കുകയാണ്, വെന്തവെട്ടിയുടെ. അപ്പോൾ അവിടുന്ന് വന്നിട്ട് നമ്മൾ ഈ ചെറിയ ഈ ചാലി കൂടെ നടന്നു പോയി കഴിഞ്ഞാലാണ്
ഈ വെന്ത വെട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അധികം ദൂരമൊന്നും പോകുന്നില്ല. വെറുതെ ഈ വഴിയൊന്ന് ചുമ്മാ നടക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ശാശമാരൊക്കെ ഉണ്ടാവും അല്ലേ? ഞാൻ പറയുന്നത് ചിലപ്പോൾ മാനൊക്കെ അവിടെ കാണുമെന്നാണ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റിയില്ല. ഈ വെയിലായത് കാരണം കൊണ്ട് ഇതൊന്നും ഇറങ്ങാൻ ചാൻസ് കുറവാണ് അല്ലേ? അല്ലടാ? ഓ, ഇത് ശരിക്കും ഒരു കാട്ടിലോട്ട് പോകുന്ന ഫീലിംഗ് കേട്ടോ. അവിടെ ഓക്കെ വരെ പോകണം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെള്ളമില്ല. ഇപ്പൊ ആ പിള്ളേർ നിൽക്കുന്ന സ്ഥലമില്ലല്ലേ? അവിടെ മൊത്തം വെള്ളം അടിച്ചു കുത്തി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ആണോ? അത്രയും പോകണ്ട, നമുക്ക് പകുതി വരെ പോയി പോരാ. എന്തായാലും വെള്ളമില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങ് വരെ പോയിട്ടും കാര്യമില്ല, അവിടെ വെള്ളമില്ലാത്ത കാരണം കൊണ്ടാണ്. അങ്ങോട്ട് പോകുന്ന ആ ഒരു ട്രാക്ക് ഒന്ന് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് കാടാണ്. ഞാവൽമരമല്ലോ അത്? കാട്ടുഞാവലല്ലേ? ഓ, അതിനകത്ത് ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. കാട്ടുഞാവലിൽ കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? നമുക്ക് കുറച്ചങ്ങ് പോയാൽ മതിയേ, ഇത് തിരിച്ച് പോയേക്കാം. ഇവിടെ നിന്നൊരു വ്യൂ കിട്ടുമായിരിക്കുമല്ലോ കുറച്ചും കൂടെ നല്ല. ഞാനൊന്ന് പോയിച്ചു തരാം, നീ ഇവിടെ നിന്നു. എന്നിട്ട് ആ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ വെള്ളമില്ല. അപ്പം ഞങ്ങളങ്ങ് പോയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ പോയിട്ടും കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് വെറുതെ അവിടെ വരെ നടക്കാതെ ഉള്ളൂ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം, അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പെർമിഷൻ ഇല്ല, പ്രത്യേകിച്ച് വെള്ളമുള്ള സമയത്ത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങാൻ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വീണ് മരിച്ചു എന്നാണ് പറഞ്ഞതേ. ഇതാണ് കിണ്ണക്കോരയിലേക്ക് പോകുന്ന കൂപ്പ് റോഡാണ് ഈ കാണുന്നത്, നേരെ കാണുന്നത്. ഓ വേണ്ട, ആണോ? ആണല്ലേ? എന്നാ പോവാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. വണ്ടി പോകുന്നോടം വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി കാണാം നമുക്ക്. അപ്പം ഇത് കൂപ്പ് റോഡാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് വേണ്ട 6 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. കറക്റ്റ് കിണ്ണക്കോര ചെല്ലും, ഊട്ടി കിണ്ണക്കോര. ഈ മേളിൽ കാണുന്ന ഈ മലയുടെ അപ്പുറ സൈഡ് ഊട്ടിയാണ്. ഇവിടുന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ നടന്നു പോകാനാണെങ്കിൽ. വളരെ അടുത്താണ്. ആ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം ആകുമ്പം ആനയും പുലി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ വന്ന് പെർമിഷൻ ഇല്ലാതെ വരാൻ അത്ര റിസ്ക്കാണ്. അധികം ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ കാണുക, ആസ്വദിക്കുക, പോവുക, അത്രയും ചെയ്യാവുള്ളൂ. അല്ലാതെങ്കിൽ വലിയ പാടായിരിക്കും. അല്ല ചേട്ടനാ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുറേ മാലിന്യങ്ങളൊക്കെ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളുന്ന കാര്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഈ പുഴയിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളമല്ലേ ഇത്? ഇത് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം അല്ലേ? അപ്പോൾ വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതും. ഈ വന്നിട്ട് ഈ പുഴയിൽ ഈ കണ്ട വേസ്റ്റും ഒക്കെ ഇടാതെ നിങ്ങൾ മാന്യമായിട്ട് വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. ഇപ്പൊ ഈ റോഡ് സൈഡിലുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ തന്നെ അവന്മാരിടുന്നത്. ഞങ്ങളിപ്പോ വീട്ടിൽ യൂസ് ചെയ്യണതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് വാങ്ങിച്ചു വരണതൊക്കെ ഒരു പാക്ക് ചെയ്ത് തനിച്ച് മാറ്റി വെക്കും. ഓക്കെ. പിന്നെ ബാക്കി ഈ റോഡ് സൈഡിലുള്ളതൊക്കെ അവന്മാര് വലിച്ചെറിയാം. അത് ശരി. ടൂറിസ്റ്റുകൾ വരുന്ന ആൾക്കാർ കണ്ടിട്ട് ഇവര് ഭക്ഷണങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് മുഴുവൻ വേസ്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ല ഭംഗിയുള്ള ഈ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ വൃത്തികേടാക്കുമ്പോഴത്തേക്കിന് പിന്നെ നമ്മളെപ്പോലുള്ള പ്രകൃതി സ്നേഹികളെ വരുമ്പോഴത്തേക്കിന് നമ്മളതിനകത്ത് കയറ്റി തരാം. ഇവർക്ക് അറിയത്തില്ല ഇത് ആരാണ് വരുന്നത്, ആരാണ് വൃത്തികേടാക്കുന്നത്, ആരാണ് നന്നായിട്ട് നോക്കുന്നത്. എല്ലാ സമയം ആൾക്കാരെ നോക്കി നിൽക്കാൻ പറ്റില്ല. ഇല്ല, പറ്റത്തില്ല. അതാണ്. അപ്പോൾ അത് കാരണം ദയവ് ചെയ്ത് ഇനി വരുന്ന ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരുന്ന പോലെ തന്നെ അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഇവിടെ കൊണ്ട് വലിച്ചെറിയാൻ നിൽക്കരുത്. ഇവരുടെ കുടിവെള്ളമാണ് ഈ ഇതിൻ്റെ പേരെന്നാ? ഇത് വെന്തവെട്ടിയാണ്. അല്ല, വെന്തവെട്ടി ആറെന്നാണോ പുഴയാണോ? ഇത് പുഴയൊന്നല്ല, ചെറിയൊരു തോട്. നല്ല വെള്ളം കിട്ടും. വെള്ളം വരും. അപ്പോൾ ഇത് അവരുടെ കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിൽ കൊണ്ട് ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളരുത്. അത് അവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയാവും. അല്ലെങ്കിൽ ഇപ്പോൾ വരാത്ത സിറ്റുവേഷനാ. ഇപ്പോൾ ഇദ്ദേഹം ഒരാൾ മരിച്ചതിന് ശേഷം പിന്നെ ഇപ്പൊ ആൾക്കാരും വരുന്നില്ല. ഇത് ഫുള്ളും ഇപ്പൊ ഇതിനക്കരം ഫുള്ളും ഞങ്ങളിപ്പോ ഇത് ഞങ്ങളുടെ പറമ്പാണ്. പക്ഷെ ഇത് അങ്ങോട്ട്
പെർമിഷൻ ഇല്ല. അതാണ് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചോണ്ട് പോകുന്നത്. അല്ല ഞങ്ങളല്ലല്ലോ അങ്ങോട്ട് പോരത്തില്ലായിരുന്നേ, അത്രയും വരത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് അവിടം വരെ ചുമ്മാ ഒന്ന് പോയിട്ട് വരാം, അങ്ങോട്ട് ഒന്ന് ഇറങ്ങുന്ന വഴിയൊന്ന് കാണാം, അതിന് വേണ്ടിയിട്ട് വന്നാൽ. അല്ലാതെ ഞങ്ങൾ അങ്ങ് വരാൻ എനിക്ക് താല്പര്യമില്ല, കാരണം വെച്ചാൽ വെള്ളമില്ലല്ലോ. പിന്നെ എന്നിട്ട് ഞങ്ങൾ അവിടെ പണി ചെയ്യുമ്പോൾ മറ്റേ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് വേസ്റ്റുകളൊക്കെ വെച്ചിട്ട്. ഓ ശരി. അതായത് നമ്മള് കുളിക്കണ വെള്ളം ഇവിടുന്ന് താഴെ, നമുക്ക് ഇവിടെ ശുദ്ധജലം, ഇവിടുന്ന് താഴെ ആൾക്കാരുണ്ട്, അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടാ ഇവിടെ എങ്ങനെ ആനയും പുലിയൊക്കെ ഇറങ്ങും? ഇവിടെ എല്ലാ സാധനം ഉണ്ട്. ഉണ്ടല്ലേ? ഇവിടെ ഇങ്ങോട്ട് കയറി വരുമോ? സിംഗം ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. അത് ഉള്ളിൽ കയറി ഇറങ്ങുന്ന ആൾക്കാർ തമിഴ്നാട് കേരള ബോർഡർ വനമല്ലടാ, ഇവിടെ എല്ലാം ഉണ്ടെന്ന്. നമുക്ക് ആ കാണില്ലേ കുന്നു, ഈ വെള്ളച്ചാല്, അതിന് നേരെ അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ കേരള ബോർഡർ, അവിടെ നമുക്ക് കേരളത്തിന്റെ ഫോറസ്റ്റ് ഓഫീസ്, അവിടെ താമസം ആരുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഈ കുന്നിന്റെ അപ്പുറം തന്നെ ഒരു ഊരുണ്ട്, അത് നമ്മുടെ കേരള ബോർഡറിലേക്ക് പെട്ടതാണ്. ഈ മലയുടെ അപ്പുറം ആ കുന്നിന് നേരെ ഇപ്പൊ നമുക്ക് അതെന്താ പേര് മറന്നു കിട്ടുന്നില്ല. നമുക്ക് അവര് ഫാമിലി മുഴുവൻ ഇപ്പൊ ചാവടിയിലാണ്. നിങ്ങൾ കേറി വരുന്നില്ല, അവര് കുറുമ്പാസാണ്. കുറുമ്പാസ് നിങ്ങൾ കേറി വന്ന ഒരു 100 മീറ്റർ അകലെ മോള് വീട് കെട്ടിച്ചു. അതൊക്കെ നമ്മുടെ കേരള ബോർഡറിൽ പെട്ടത്. അവര് മോളിൽ നിന്ന് താമസം ഇങ്ങോട്ട് മാറിയതാ. അവിടെ ഒരു വീട് മാത്രം താമസമുള്ളൂ. ഞാൻ കണ്ടു. ഇതിനപ്പുറത്തോട്ടല്ലേ മറ്റേ കേരളത്തിന്റെ ബോർഡർ വരുന്നേ? അത് ശരി. അപ്പൊ ഇതാണ് കൂപ്പ് റോഡല്ലേ ചേട്ടാ? ഇത് പണ്ടത്തെ കൂപ്പ് റോഡാണ്. അവിടെ ഈ കുന്ന് കാണല്ലേ, അവിടെ നിന്ന് അവിടെ ഒരു നല്ല വെള്ളച്ചാലാണ്, നല്ല കല്ലാണ്. അവിടെ ഒരു 3/4 കിലോമീറ്ററിന് മാത്രം റോഡില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ കോയമ്പത്തൂർ ഇങ്ങനെ പോയി കറങ്ങി പോകണം. പിന്നെ ഊട്ടിക്ക് ഇവിടെ 6 കിലോമീറ്റർ, അവിടെ 23 കിലോമീറ്റർ ഉള്ളൂ ഊട്ടിക്ക്. അല്ലേ? അവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് ആണല്ലേ കിണ്ണക്കര? പക്ഷെ ഞങ്ങൾ അന്ന് പോയിട്ട് പോകാൻ പറ്റിയില്ല. എന്തായാലും ഒന്ന് പോണം കിണ്ണക്കര. ഫുള്ളും മറ്റേ ഇതെന്താ ഈ പുലിയുടെ പ്രൊട്ടക്ഷൻ ഏരിയ ആയി. ഓ അത് ശരി. അവിടെ ആ മുള്ളി ഭാഗം, മുള്ളി ചെക്ക് പോസ്റ്റ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ആരും കടത്തിവിടില്ല. അവിടെ നിന്ന് പെർമിഷൻ വേണം. ഓ ശരി. പോവാണെങ്കിൽ അല്ലേ? ഇവിടുന്ന് നമ്മളൊക്കെ പോവാറുണ്ട് ചില ആൾക്കാര്, ഈ മരിപ്പിന്റെ ബന്ധുക്കളായി. അല്ലെ നമ്മളും പോവുകയാണെങ്കിൽ പെർമിഷൻ വേണം. ഓ ശരി. നമ്മുടെ കേരള ബോർഡ് ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടെ നമുക്ക് പെർമിഷൻ വേണം. ശരി. ഉള്ളിൽ നിന്ന് പിന്നെ അവരങ്ങോട്ട് വിളിച്ചു പറയണം. അവിടുന്നൊരു 500 മീറ്റർ ഉണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇപ്പുറത്തെ ശരി. നമ്മുടെ ഇവിടെ വിട്ടാ പിന്നെ കുഴപ്പമില്ല. ഇവിടെ തമിഴ്നാട് ഭയങ്കര ഇതാണ്, ഉള്ളിൽ നമ്മളെ ആരും കടത്തി വിട്ടില്ല. റോഡിലോട്ട് പയ്യെ വണ്ടി ഓടിച്ച് കയറുവാണ്. അയ്യോ അടിപൊളി. ചേട്ടൻ എല്ലാ കാര്യം നന്നായിട്ട് പറഞ്ഞു തന്നല്ലേ? അവരോടെ നമ്മൾ ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു, അവർ നമ്മളോട്, അതാണ് അവരുടെ എനിക്ക് മനസ്സിലായി. അവർ ആരോടും ഫ്രണ്ട്ലി ആവത്തില്ല. നമ്മളോട് സ്ലോ ആയി നമ്മൾ അവരുടെ ലൈനിലാണെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മളെ വേണം കൊണ്ടുപോകും. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവൻ നമ്മളെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇതുവരെ പോകാൻ വയ്യ, പിന്നെ സമയമില്ല ഒന്നും അത കാര്യം. കിണ്ണക്കരയ്ക്കുള്ള റോഡാണിത്. ആണല്ലേ? കിണ്ണക്കരയാണ് ഏറ്റവും ഫേമസ് അല്ലേ? എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. എടാ ഇവിടുന്ന് വെള്ളച്ചാട്ടം കിട്ടും തോന്നുന്നു കേട്ടോ. ആണല്ലേ? ഇല്ലല്ലേ? ജോനെ പൊളി. നല്ല പുലിയോ അത് കുഴപ്പമില്ല. ചാടി കഴിയുമ്പോഴായിരിക്കും നല്ല കിടുക്കരുത് മാന്തോട്ടം. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഇതാണ്. അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ളവർ ലോക്കൽസൊക്കെ ആണെങ്കിൽ നമ്മളോട് പെട്ടെന്ന് കയറി ഇങ്ങോട്ട് അടുക്കത്തില്ല. അപ്പോൾ നമ്മളതുപോലെ അവരുടെ ആ രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമ്മളോട് നല്ല രീതി അവർ തിരിച്ചും ഇങ്ങോട്ട് പെരുമാറും. അപ്പം അവരുടെ
അവരുടെ ജീവിതം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കും. ഓക്കെ, ആനപ്പിണ്ടമാണത്, ആനപ്പിണ്ടമാണെന്ന് തോന്നുന്നത്. അതെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അതാണ്ട് കിടക്കുന്ന സാധനം ഉണ്ടോ, പിണ്ടം കിടക്കുന്നുണ്ടോ, ആനയുടെ ആനപ്പിണ്ടം. അപ്പോൾ ഈ സാധനം ഇവിടെയൊക്കെ വരുന്നതാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം, വെറുതെ ആന ചുരുട്ടി കൂട്ടണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. ആണല്ലേ? അതെ ഞങ്ങൾ വന്ന വഴിയാണ്ട് അങ്ങ് താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് സൂം ചെയ്ത ഇതുണ്ട്, അത് കണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. വന്ന അതേ വഴി ഞങ്ങൾ വീണ്ടും താഴോട്ട് ഓഫ് റോഡാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അബ്ബണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കുള്ള മലയല്ല ഇത് അങ്ങോട്ട് പോകാനായിട്ട് ഇച്ചിരി പ്രശ്നമാണ്. പക്ഷേ ഇവിടെ നിന്ന് അത്യാവശ്യം ചെറിയൊരു വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതാ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ മലയുടെ പുറകിൽ കാണുന്ന മലയാണ്, അല്ല മല്ലീശ്വരം മലയല്ലേ, മല്ലീശ്വരം മല എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആർക്കും പ്രവേശനമില്ല, അതിൻ്റെ പരിസരത്ത് പോലും അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഇവിടെയുള്ള ട്രൈബ്സ് മാത്രം അവിടെ കയറാറുണ്ട്.